യുഎയിൽ വീണ്ടും അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്നു. ഷാർജയിൽ അൽ മലിഹ റോഡ്, അൽ ദൈദ് റോഡ്, ഗോർഫക്കൻ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും പെയ്തിറങ്ങി. തുടർച്ചയായി 4 ദിവസം ഉച്ചകഴിഞ്ഞ് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകുന്നത്. യുഎയിൽ വീണ്ടും അസ്ഥിരമായിരിക്കുകയാണ് കാലാവസ്ഥ. ഷാർജയിലെ അൽ മലിഹ റോഡ്, അൽ ദൈദ് റോഡ്, ഗോർഫക്കൻ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും പെയ്തിറങ്ങിയതായാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച മുതൽ തന്നെ തുടർച്ചയായി 4 ദിവസം ഉച്ചകഴിഞ്ഞ് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രധാനമായും കിഴക്കൻ തെക്കൻ മേഖലകളിലും ചില ഉൾനാടൻ പ്രദേശങ്ങളിലുമാണ് മേഘരൂപീകരണവും മഴയും പ്രതീക്ഷിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദവും മുകളിലത്തെ അന്തരീക്ഷത്തിൽ ദുർബലമായ ന്യൂനമർദ്ദവുമാണ് ഉച്ചകഴിഞ്ഞുള്ള മഴയ്ക്കും മേഘരൂപീകരണത്തിനും കാരണമാകുന്നത്. മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലാകാനും തുറസായ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിന് കാരണമാകാനും സാധ്യതയുണ്ട്. മഴ പ്രവചനമുണ്ടെങ്കിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയുള്ള സമയങ്ങളിൽ വേഗത കുറയ്ക്കുകയും വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളും അരുവികളും ഒഴിവാക്കുകയും ചെയ്യണം. അതേസമയം ഇടിമിന്നൽ ജാഗ്രതയും വേണം. ഇടിമിന്നലുള്ള സമയത്ത് തുറസായ സ്ഥലങ്ങളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ നിൽക്കുന്നത് ഒഴിവാക്കണം. ശക്തമായ കാറ്റിൽ വസ്തുക്കൾ പറന്നുപോകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൃശ്യപരത കുറയാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം കാലാവസ്ഥാ സംബന്ധമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക NCM അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാൻ ശ്രമിക്കണം. സ്ഥിരീകരിക്കാത്ത കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം. എന്തായാലും യുഎയിൽ വീണ്ടും കാലാവസ്ഥ അസ്ഥിരമാവുന്ന സാഹചര്യമാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.